ഇതിന്റെ ആരോപണത്തിന്റെ ഗൗരവത്തെ ശരിയാണ്. അഡ്വക്കേറ്റ് ടി വി താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? രാഹുൽ പറയുന്നത് ഈ 14 പേർക്കെതിരെയും ആരോപണം ഉന്നയിച്ചതാണ്, പക്ഷേ എന്തിന് സിദ്ദിഖിനെ മാത്രം വേട്ടയാടുന്നു എന്നുള്ളതാണ്. അതല്ലേ രാഹുലിന്റെ പോയിന്റ്, ശ്രീമതി ടി വി ബിനി? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ സെക്സ് എന്ന് പോലും അറിയാത്ത ഒരു പ്രായത്തിലാണ് ഈ ഭീകരമായിട്ടുള്ള അറ്റാക്ക് ആ കുട്ടിക്കെതിരായിട്ടുണ്ടായത് ഇയാള്. അപ്പൊ അത് ഇയാൾക്ക് എല്ലാം അറിയുന്ന ആളല്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നറിയുന്ന ഒരാളല്ലേ. എന്നിട്ട് പിന്നെ ആൾ എന്തുകൊണ്ട് ചെയ്തു? ആയിക്കോട്ടെ, 22 വയസ്സ് മഹാവയസ്സൊന്നല്ല. 22 വയസ്സ് ഈ സെക്ഷൽ ഇന്റർകോഴ്സിനെ കുറിച്ച് എല്ലാം അറിയുന്ന വയസ്സല്ലല്ലോ 22. 22 വയസ്സിൽ സഹപാഠിയുടെ നഗ്ന വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയും ആൺകുട്ടികളോട് താമസിക്കുകയും ചെയ്തതിന് ചൈനയിൽ നിന്ന് പുറത്താക്കിയ ഒരു വ്യക്തിയാണ്. ാണ് പറയണത്. നീയാണല്ലോ കോടതി. പക്ഷേ ഇത് കോടതിയിൽ ഉന്നയിച്ചിട്ട് കോടതി അത് പരിഗണിച്ചു പോലും ഇല്ലല്ലോ രാഹുലെ. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി? ചതിച്ചോ ദൈവമേ. നിങ്ങൾ എന്തിനാണ് വിക്ടിമിനെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ ആദ്യം പറയേണ്ടത് ആ ഇൻസിഡന്റ് ഉണ്ടായോ ഇല്ലയോ. അഭിലാഷ് കൃത്യമായി പറഞ്ഞില്ലേ, എത്ര മോശമായിട്ടുള്ള ഒരു സ്ത്രീ ആയിക്കോട്ടെ, ആ ഇൻസിഡന്റ് ഉണ്ടായോ, നിങ്ങൾ റേപ്പ് ചെയ്തോ ഇല്ലയോ, അത് പറഞ്ഞാ പോരെ. ഈ പൊട്ടനെ മനസ്സിലായി, എന്നിട്ട് ഒറിജിനൽ പൊട്ടനെ മനസ്സിലായിട്ടില്ല. അല്ല, ഈ രാഹുൽ കുറച്ചു നേരമായി ചൈനയിലെ കാര്യം പറയുന്നുണ്ട്. ശ്രീമതി ടി വി ബിനി, ചൈനയിലെ കാര്യം രാഹുൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇത് കോടതിയുടെ പരിഗണനയിൽ വന്ന കാര്യമല്ലേ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന സമയത്ത്? അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. ഇതെല്ലാം അവരുടെ വക്കീൽ അവിടെ പറഞ്ഞ കാര്യങ്ങളല്ലേ. മാത്രം എത്ര ദിവസമായി രാഹുൽ ആ കുട്ടിയെ ഈ രീതിയിൽ ഷെയിം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കിട്ടിയതൊന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. എന്താടാ മാഡം, ഇത് സത്യമല്ലേ മാഡം? ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്നതാണ്. ഈ വ്യക്തിക്കെതിരെ ഡോക്യുമെന്റ് എവിഡൻസ് ഉള്ളതല്ലേ? ഇത് കേട്ടതൊന്നും ഞാൻ ഉണ്ടാക്കി പറയുന്നതാണ്. ഇത് സത്യമല്ലേ? ഇത് യൂണിവേഴ്സിറ്റിയുടെ ഡോക്യുമെന്റ് പേപ്പറാണ്. ഞാൻ കൈമടക്കുന്നത് ആ കുട്ടിക്ക്. രാഹുൽ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് വിചാരിക്കേ. നോക്കൂ രാഹുൽ, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് വിചാരിക്കേ, നിങ്ങളുടെ ഭാര്യയാണെന്ന് വിചാരിക്കേ. നോക്കൂ രാഹുൽ, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് വിചാരിക്കേ, നിങ്ങളുടെ ഭാര്യയാണെന്ന് വിചാരിക്കേ. നിങ്ങൾ ആ കുട്ടിയുടെ സമ്മതമില്ലാതെ, ആ സ്ത്രീയുടെ സമ്മതമില്ലാതെ ഒരുത്തൻ കൈവച്ചാൽ അതിന് ശിക്ഷ വിധിക്കുന്നതാണ് നമ്മുടെ ജൂറിസ്പ്രുഡൻസ്. മനസ്സിലായോ? അല്ലാതെ ആ കുട്ടീനെ മോശക്കാരിയാക്കുകയല്ല ചെയ്യേണ്ടത്. വ്യാജ പരാതിയല്ല. ഓ കുട്ടി കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രശ്നമില്ല, അച്ഛൻ ചെയ്തിട്ടുണ്ട്. അല്ല, രാഹുലിന്റെ അച്ഛനാണോ സിദ്ദിഖ്? രാഹുലിന് എത്ര അച്ഛനുണ്ട്? അല്ല, ദിലീപ് അച്ഛൻ, സിദ്ദിഖ് അച്ഛൻ, മുകേഷ് അച്ഛൻ. ഇയാളെന്റെ അച്ഛനാണെന്ന് ആരാ പറഞ്ഞേ? ഇയാള് പറഞ്ഞു. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? എടോ, ഈ മെയിൽ ഷോവനിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒറ്റയെടുത്ത് സംസാരിക്കുന്നത്. എനിക്ക് ഒറ്റയെടുത്ത് സംസാരിക്കാൻ ഇതിനകത്ത് ഒറ്റ ലൈൻ ഉണ്ടല്ലോ രാഹുലെ, 23ാമത്തെ പാരഗ്രാഫിൽ. അല്ല, ഇന്നത്തെ പാരഗ്രാഫിൽ തന്നെ 23ാമത്തെ, ഇന്നത്തെ വിധിയിൽ തന്നെ 23ാമത്തെ പാരഗ്രാഫിൽ അത് കൃത്യമായിട്ട് ഈ രാഹുൽ പറഞ്ഞതിനുള്ള മറുപടിയുണ്ട്. എ വുമൺസ് എക്സ്പീരിയൻസ് of sexual assault are not a reflection of her character but rather an indication of her suffering. ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ കോടതിയുടെ ഉത്തരവിൽ രാഹുൽ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.